ജാതകം ഒന്ന് നോക്കണം. ചീട്ടെടുക്കട്ടെ. കൊറേ നാളായി കളിച്ചിട്ട്. കത്തയെ കൊണ്ട് ചീട്ടെടുക്കുന്ന കാര്യം അറിഞ്ഞത്. മൂലമാണല്ലേ വിഷയം. അയ്യേ, എനിക്ക് മൂലക്കുരുവൊന്നുമില്ല. നിന്റെ നാളിന്റെ കാര്യം അറിഞ്ഞത്. കാട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൂങ്കിളിയല്ലേ ആരാരും പാടാതെ. കാട്ടിൽ നിന്നും ഒരു അജ്ഞാത ശക്തി നിന്നെ പിന്തുടരുന്നുണ്ട്. ഫോറസ്റ്റിലാണ് ജോലി. ആ കൈയൊന്ന് കാണിച്ചേ. ഹായ്. ആ കൈ ഇങ്ങോട്ട് കാണിക്കേ. വിഘ്നം കാണുന്നു. അത് ചിലപ്പോ ചോറ് കഴിച്ചിട്ട് കൈ എഴുതായിരിക്കും. ഈ കൈ നോക്കിയാണ്. ഇയാളുടെ വീട് പടിഞ്ഞാറാണോ? ആ, പണിഞ്ഞതാ. പണിയാതവന് വീടുണ്ടാവോ? പടിഞ്ഞാറ് ദിക്കിലാണോന്ന്? അതെ. കണ്ണട. എനിക്ക് കന്നഡ അറിയില്ല. ആകെ 2 വാക്കേ അറിയാവൂ. വണ്ടി, വണ്ടി. ഓ, കണ്ണട. കന്നഡ വയ്ക്കാൻ എനിക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല. എടോ, ആ കണ്ണൊന്നടക്കേ. ഇയാൾ സൂര്യനാകുമ്പോൾ ഇയാളുടെ വധു ചന്ദ്രിക. ചന്ദ്രികയെ അറിയോ? ചന്ദ്രിക സോപ്പല്ലാതെ എനിക്ക് വേറെ ഒന്നിനെ അറിഞ്ഞൂടാ. അശ്വതിയാണല്ലേ അമ്മ? അല്ല, അമ്പിളിയാ. അമ്മയുടെ നാളെ അശ്വതി അല്ലേന്ന് ആ, അച്ഛൻ കേട്ട. വീട്ടിലിരിക്കുന്ന അച്ഛൻ എങ്ങനെ നമ്മള് പറയണ കേക്കുന്നത്? അച്ഛന്റെ നാളെ കേട്ടയല്ലേന്ന്. ആ, അപ്പൂപ്പൻ ചിത്തിര. ആ, അപ്പൻ ചത്തില്ല. ചെവിക്ക് ചെറിയ പ്രശ്നമുണ്ടേ. അമ്മുമ്മ അവിട്ട. അമ്മുമ്മ ചവിട്ടി അപ്പൻ സീനാവും. ഇയാളെ പ്രസവിച്ചതാണല്ലേ? സ്വാമിയെ പിന്നെ മുട്ടയിട്ടതാണോ? ഇയാളെ പ്രസവിച്ചതാണല്ലേ അമ്മയ്ക്ക് രോഗം വരാൻ കാരണം? ആ. കഴിക്കാൻ ഏറ്റവും ഇഷ്ടം എന്താ? കല്യാണം. കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ഏതാന്ന്? ഫുഡ്. 30 വയസ്സ് കഴിഞ്ഞാൽ ശുക്രൻ അടിക്കും. ഏവനടിച്ചാലും ഞാൻ തിരിച്ചടിക്കും. ശനിയുടെ അപഹാരമുണ്ട്. അനിയുടെ പലഹാരമല്ല, എന്റെ കല്യാണം നടക്കുമെന്ന് അറിയണം. ഇനി 90 വയസ്സിലാണ് മാംഗല്യയോഗം കാണുന്നത്. തൈലം പുരട്ടാനാണോ പിന്നെ കെട്ടുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇയാൾ ഉടായിപ്പാണെന്ന്. ചുമ്മാ അനാവശ്യം പറയരുത്. ഇയാൾ വായുന്ന് ആപ്പിൾ എടുക്കുമല്ലോ. ആപ്പിളിന്റെ ഐഫോൺ എടുക്കോക്കൂ. 90 വയസ്സിലാണ് കല്യാണം പോലും. എന്റെ കല്യാണം കൊണ്ട് നടന്നില്ല നിന്നെ ഞാൻ കൊല്ലും. അവന്റെ മോന്തായിരിക്കണില്ല. ഒരു ഇടി ഇടിച്ചപ്പോ ഗുരുസ്വാമിയാവും.